169 മൂന്നാമത്തെ ചോദ്യം. ഒരു വൃത്തത്തിൻ്റെ 2 തൊടുവരകളും തൊടുന്ന ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, തൊടുവരകളുടെ നീളം തുല്യമാണെന്ന് തെളിയിക്കുക. 2. വൃത്തകേന്ദ്രവും തൊടുവരകൾ ചേരുന്ന ബിന്ദുവും യോജിപ്പിക്കുന്ന വര ആരങ്ങൾക്കിടയിലെ കോണിൻ്റെ സമഭാജിയാണെന്ന് തെളിയിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ വര തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഞാണിൻ്റെ ലംബ സമഭാജിയാണെന്നും തെളിയിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തൊടുവരകളുടെ നീളം തുല്യമാണ്. ലെങ്ത് ഓഫ് ദ ടാൻജൻസ് ആർ ഈക്വൽ. അതായത് ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഇതൊരു പി എന്ന് വിളിച്ചാൽ പി എ പി ബി എന്നിവ തുല്യമാണെന്നാണ്. അതായത് പി എയുടെ നീളവും പി ബിയുടെ നീളവും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗം നമ്മളിവിടെ 9th സ്റ്റാൻഡേർഡിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മളവിടെ സിമിലർ ട്രയാങ്കിൾസ് പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ഇതിൻ്റെയും കൂടെ നടുവിലൂടെ ഞാൻ ഒരു ലൈൻ വരച്ചു. ബൈ കൺസ്ട്രക്ഷൻ ജോയിൻ, ഇതിനൊരു പേര് കൊടുത്താൽ ജോയിൻ ഒ പി. ജോയിൻ ഒ പി, ഒ പി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഏതൊക്കെ ട്രയാങ്കിളാണ്? കൺസിഡർ ദ ട്രയാങ്കിൾ. കൺസിഡർ ട്രയാങ്കിൾ എ പി ഒ ആൻഡ് ട്രയാങ്കിൾ ബി പി ഒ. 2 ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എന്ന് വെച്ചാൽ രണ്ടും നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഈ 2 ട്രയാങ്കിളിൽ 2 ആംഗിൾസ് ഒരുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 2 വശങ്ങൾ, 2 സൈഡ്സ്, ഏതെങ്കിലും 2 പാർട്ട് ഈ 2 ട്രയാങ്കിൾ ഒരുപോലെ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാമല്ലോ. സോ ഇവിടെ നമുക്ക് എഴുതാം ആംഗിൾ എ ഈക്വൽ ആണ് ആംഗിൾ ബി. എന്താണ് റീസൺ? 90 ഡിഗ്രി അല്ലേ? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ആർ 90 ഡിഗ്രി നമ്മൾ പറഞ്ഞത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഇത് രണ്ടും 92 ട്രയാങ്കിൾ ഇത് 2 ഈക്വൽ ആണ്. ഇനി നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് പറയാം? എ ഒ ഈക്വൽ ആണ് ഒ ബി. റീസൺ എന്താ? ഒരു സർക്കിളിലെ എല്ലാ റേഡിയസും ഒരേ ലെങ്ത് അല്ലേ? സെയിം റേഡിയസ് നല്ല റേഡിയസിന് എന്തെങ്കിലും എഴുതിയാൽ മതി. റേഡിയകളെന്നോ റേഡി ഡബിൾ എന്ന് എഴുതിയ പ്ലൂറലാവും കേട്ടോ. റേഡിയസുകളെല്ലാം തുല്യ നീളമാണ്. അപ്പോൾ ഒരു ആംഗിളും ഒരു വശവും തുല്യമായിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ പി. 2 ട്രയാങ്കിളിലും ഒ പി സെയിം സൈഡല്ലേ, അതുകൊണ്ട് തന്നെ കോമൺ സൈഡ് എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 3 റീസൺ, 2 ട്രയാങ്കിളിൽ ഒരുപോലെ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ എന്താണ്? നമുക്ക് സിമിലർ ആണെന്നോ കോൺഗ്രുവൻ്റ് ആണെന്നോ നമുക്ക് പറയാം. സിമിലർ ആണെന്നല്ല, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തു. സോ ട്രയാങ്കിൾ എന്ന് പറയാം എ പി ഒ കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി പി ഒ. എന്തുകൊണ്ടാണ് കോൺഗ്രുവൻ്റ് ആയെന്ന് പറയാമല്ലോ? ഒരു ആംഗിൾ 2 സൈഡ്, അതായത് എസ് എ എസ് കോൺഗ്രുവൻസി. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ എല്ലാ തിയറവും നിങ്ങൾ എനിക്ക് തോന്നുന്നു 9, 8 മറ്റോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എസ് കോൺഗ്രുവൻസി. നമുക്ക് എന്ത് പറയാം? നമ്മളോട് എന്തായാലും ആവശ്യപ്പെട്ടിരുന്നേ? പി എയും പി ബി. അപ്പോൾ ഈ ട്രയാങ്കിൾ ഫുള്ളായിട്ട് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് എടുത്താലും തുല്യമായിരിക്കില്ല. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദെയർഫോർ സൈഡ് എ പി ഈക്വൽ ആണ് സൈഡ് ബി പി. കാരണം എന്താ? സർവസമത്രികോണങ്ങളുടെ ത്രികോണത്തിൻ്റെ സമാന ഭാഗം അല്ലെങ്കിൽ സമാന വശം. ഇംഗ്ലീഷിൽ എഴുതുമ്പം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് 2ാമത്തെ പോയിന്റ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിശദമായിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. 2ാമത്തെ പോയിന്റ്, ഈ ഒ പി എന്ന ലൈൻ ഈ എ ഒ ബിയെ ബൈസെക്റ്റ് ചെയ്ത് കടന്നു പോകുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഓൾറെഡി കിട്ടി എന്താ?
ഫ്രം 1, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്നും ഫ്രം 1 ട്രയാങ്കിൾ എ പി ഒ എന്ന് എഴുതിപ്പോയി, എ പി ഒ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ബി പി ഒ ആണെങ്കിൽ ഉറപ്പായിട്ടും ആംഗിൾ എ ഒ പി ഈക്വലാണ് ആംഗിൾ ബി ഒ പി എന്ന് പറയത്തില്ലേ. ഇത് രണ്ടും തുല്യമായ രണ്ട് ത്രികോണങ്ങളാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ തുല്യമായിരിക്കില്ലേ, ഉറപ്പായിട്ടും തുല്യമായിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ എ ഒ പി ഈക്വൽ ടു ആംഗിൾ ബി ഒ പി എന്തെഴുതാം, റീസൺ സി പി സി ടി എന്ന് എഴുതിയാൽ കേട്ടോ. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ഞാൻ ഷോർട്ടാക്കി എഴുതിയതാ കേട്ടോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ വര തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഞാണിൻ്റെ സമഭാജിയാണെന്ന് തെളിയിക്കുക. അതായത് ഇതിൽ ഈ വര ഈ ഈ കോഡുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഞാൻ വരയ്ക്കാമെന്ന് വിചാരിക്കും. ഞാൻ മീൻസ് കോഡ് വരയ്ക്കുന്നു എങ്കിൽ ഈ കോഡിനെ എങ്ങനെ കട്ട് ചെയ്ത് കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ലംബ സമഭാജി പെർപെൻഡിക്കുലാർ ബൈസെക്ടറാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ ആംഗിളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, 90 ഡിഗ്രി. അതിനെന്ത് ചെയ്താൽ മതി, ഈ ഇവിടെ ഒരു പേര് കൊടുത്താൽ എ പി ഒയും ബി പി ഒയും സിമിലർ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്താൽ പോരെ. ഓൾറെഡി നമ്മൾ ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് നമുക്ക് പറയാൻ പറ്റും, ഈ കോമൺ സൈഡ് ഒ പി കോമൺ ആണെന്ന് പറയാമല്ലോ. അതേപോലെ തന്നെ 3 റീസൺ, ഇത് എഴുതിയ പോലെ തന്നെ 3 റീസൺ നമുക്ക് ഇതിലും എഴുതാമല്ലോ. ഞാൻ ഇവിടെ എഴുതാമേ. അതായത് എ ഒ ഈക്വലാണ് ബി ഒ, ഒരു റീസണായി. രണ്ടാമത്തെ റീസൺ എന്തെഴുതാം, ഇതിന് കാരണം റേഡിയസ് ആണേ. രണ്ടാമത്തെ റീസൺ ഒ പി ഈക്വൽ ടു ഈ ട്രയാങ്കിളിലെ ഒ പിയും ഈ ട്രയാങ്കിളിലെ ഒ പിയും, രണ്ട് ട്രയാങ്കിളിലെ ഒ പിയുടെ ലെങ്ത് വേറെ വേറെ വരുമില്ലല്ലോ, ഒരേ വലിപ്പമല്ലേ വന്നേക്കുന്നത്. സോ ഒ പി ഈക്വൽ ടു അപ്പോൾ കോമൺ സൈഡ് ആണെങ്കിൽ ഒരേ ലെങ്ത് ആയിരിക്കും. ഇനി എന്താ വേറെ പറയാനുള്ള റീസൺ, ഈ ആംഗിൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലേ. ഫ്രം ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി, ആംഗിൾ എ ഒ പി ഈക്വലാണ് ആംഗിൾ ബി ഒ പി നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഈ 3 റീസൺ കൊണ്ട് എന്ത് എഴുതാം, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ദെയർഫോർ എന്ത് പറയാം, ആംഗിൾ എ ഒ പി ഈക്വലാണ് ആംഗിൾ എ പി ഒ ഈക്വലാണ് ബി പി ഒ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. വിശദമായിട്ട് എഴുതാവേ, ഇതിൻ്റെ ഇടയിൽ കൂടെ എഴുതുന്നത് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ. ചിത്രം ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. നമ്മൾ എന്തെഴുതി, ഒ എ ഈക്വലാണ് ഒ ബി. റീസൺ സെയിം റേഡിയസ് അല്ലേ, സെയിം റേഡിയസ് ഇൻ എ സെയിം സർക്കിൾ, അങ്ങനെ എഴുതിയാൽ മതി. റേഡിയസ് ഇൻ എ സെയിം സർക്കിൾ. മലയാളത്തിൽ എഴുതുമ്പം ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. രണ്ടാമത്തെ റീസണായിട്ട് എന്ത് എഴുതാം, ഒ പി ഈക്വൽ ടു ഒ പി കോമൺ സൈഡ് കേട്ടോ. കോമൺ സൈഡെന്നോ അല്ലെങ്കിൽ പൊതുവായ വശം. പിന്നെ എഴുതാൻ പറ്റുന്ന ആംഗിൾ എ ഒ പി ഈക്വൽ ടു ആംഗിൾ ബി ഒ പി. ഇത് ഓൾറെഡി പ്രൂവ്ഡ് ആണ് കേട്ടോ, പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ, അതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. ദെയർഫോർ ട്രയാങ്കിൾ എ പി ഒ ഈക്വൽ കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി പി ഒ. ദെയർഫോർ ആംഗിൾ എ പി ഒ ഈക്വലാണ് ആംഗിൾ ബി പി ഒ. അതായത് ഈ രണ്ടും ഈക്വലാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. സോ വേണ്ട. ദെയർഫോർ എ ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ so angle APO equal to angle BPO equal to 90 degree. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് രണ്ടും കൂട്ടി 180 കിട്ടണമല്ലോ, അതുകൊണ്ട് എന്ത് രണ്ടും വന്നാലേ പറ്റുള്ളൂ, 90 വന്നാലേ പറ്റുള്ളൂ. എന്ത് ചെയ്താൽ ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വെക്കാം.
ഓക്കെ, എന്തൊക്കെ എഴുതുന്നത് ഞാൻ? പ്രൂവ്ഡ്. ക്ലിയർ അല്ലേ? ഈ പ്രൂവ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ പിള്ളേരെ? പ്രൂവ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബേസിക് നോളജ് ഇല്ല എങ്കിൽ നമുക്ക് എഴുതി വരാൻ പാടുപെടും. അപ്പം സ്റ്റെപ്സ് നോക്കി മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഒരു 2 ട്രയാങ്കിൾ ഒരേപോലെയാണെന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പാർട്സ് ആയിട്ടുള്ള സംഗതികളും ഇപ്പം നിങ്ങളെന്താ, ഒരു പപ്പടം എടുത്ത് കഴിച്ചു, ഒരു പപ്പടക്കെട്ടിനകത്ത് ഒരു പപ്പടം എടുത്ത് കഴിച്ചു, ഉപ്പുണ്ട്. രണ്ടാമത്തെ പപ്പടം എടുത്ത് കഴിച്ചു, ഉപ്പ് ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ അവസാനത്തെ പപ്പടത്തിലും ഉപ്പുണ്ട്. കാരണം എന്താ, ആദ്യത്തേതിലൊക്കെ ഇപ്പോൾ നമ്മുടെ അമ്മമാർ ചോറ് വെന്തോ നോക്കുന്നു അല്ലേ? എല്ലാ ചോറും എടുത്തവർ ഞെക്കി നോക്കുമോ? ഒരിക്കലും ഇല്ല. ചോറ് വെന്തോ നോക്കാൻ ചോറിനകത്തുനിന്ന് നമ്മൾ 1 2 എടുത്ത് നോക്കി അത് വെന്തു എന്ന് മനസ്സിലാവുമ്പോൾ ചോറ് ഫുള്ളായിട്ട് വെന്തു എന്ന് പറയുന്ന പോലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം 2 ട്രയാങ്കിളിൽ ഒരുപോലെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ട്രയാങ്കിൾ ഫുള്ളായിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഏത് പാർട്സ് എടുത്താലും ഒരേപോലെ തന്നെയായിരിക്കും എന്ന് പറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ.